മാനസിക സമ്മർദ്ദവും വിഷാദവും ഒക്കെ വല്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരുന്നു. ആത്മഹത്യകളുടെ വാർത്തകൾ ദിനംപ്രതി എന്നോണം നമ്മൾ കേൾക്കുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കുടുംബാംഗങ്ങളെ പോലും ആക്രമിക്കുന്ന അവസ്ഥ ചെറുപ്പക്കാരിൽ വ്യാപകമായി വരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ മാനസിക അനാരോഗ്യാവസ്ഥ ഇത്ര കൂടി വരുന്നത്? നമ്മുടെ ആധുനിക ലോകത്തിന്റെ വേഗത തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒരു 30 വർഷത്തിന് മുൻപുണ്ടായിരുന്ന ജീവിതത്തിന്റെ വേഗതയല്ല ഇന്നുള്ളത്. 30 വർഷത്തിന് മുൻപ് നമ്മളൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയാൽ അത് സഫലമാകണമെങ്കിൽ കുറെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഉദാഹരണത്തിന് ഒരു സിനിമ കാണണമെങ്കിൽ ആ സിനിമാ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുകയോ റിസർവ് ചെയ്യുകയോ ചെയ്തിട്ടേ സിനിമ കാണാൻ സാധ്യമായിരുന്നുള്ളൂ. ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ പോയി നിന്ന് കാത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് വാങ്ങണമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്നു. ഭക്ഷണം വേണമെങ്കിൽ മൊബൈൽ എടുത്ത് 3-4 ക്ലിക്ക് നടത്തിയാൽ ഉടനെ അത് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം. സിനിമ കാണണമെന്നുണ്ടെങ്കിൽ എഗെയിൻ മൊബൈൽ എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും സിനിമ കാണാവുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നുന്നതും അത് സഫലമാകുന്നതും തമ്മിലുള്ള ഇടവേള കുറഞ്ഞിരിക്കുന്നു. മുൻകാലങ്ങളിൽ മനസ്സിൽ ഈ ആഗ്രഹം തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ ആഗ്രഹം ഒന്നുകിൽ സഫലമാകാം അല്ലെങ്കിൽ നടക്കാതെ വരാം. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയിരുന്നു. നമ്മുടെ ആഗ്രഹം ചിലപ്പോൾ നടക്കാതെ വന്നേക്കാം എന്ന സാധ്യതയുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ മനസ്സിന് സമയം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ ആഗ്രഹം നടക്കാതെ വന്നാൽ പോലും പോട്ടെ എന്ന് വിചാരിച്ച് ജീവിതത്തിൽ അടുത്തൊരു വഴിക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഈ ആധുനിക ലോകത്ത് ആഗ്രഹങ്ങൾ നടക്കുന്നതും സഫലമാകുന്നതും തമ്മിലുള്ള ഇടവേള കുറഞ്ഞ് അതില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആഗ്രഹങ്ങൾ സഫലമാകാതെ വരുമ്പോൾ അമിതമായ പ്രതികരണങ്ങളാണ്, കഠിനമായ നിരാശ, എടുത്തുചാടിയുള്ള പ്രതികരണങ്ങൾ, ഒരുപക്ഷെ അക്രമ സ്വഭാവം അല്ലെങ്കിൽ സ്വയം ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവണത, ഇതൊക്കെ കൂടി വരുന്നു. ഈ ആധുനിക ജീവിതകാലത്തെ തീവ്രമായ മത്സര അന്തരീക്ഷമാണ് മറ്റൊരു പ്രധാന സംഗതി. കുട്ടികളെ വളർത്തുന്നത് തന്നെ തീവ്രമായ മത്സരത്തിന്റെ അന്തരീക്ഷത്തിലാണ്. കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്ത്, ഒരു വീട്ടിൽ തന്നെയുള്ള കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്ത് കുട്ടികളുടെ മനസ്സിൽ കുറച്ച് കഴിയുമ്പോൾ ഈ താരതമ്യം ചെയ്യാനുള്ള പ്രവണത വളരെ കൂടി വരുന്നു. കോളേജിലേക്കൊക്കെ എത്തുമ്പോൾ അധ്യാപകരോ മാതാപിതാക്കളോ ഒക്കെ ഈ കുട്ടികളെ താരതമ്യം ചെയ്യുന്ന നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ഈ കുട്ടികൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഒരു സ്വഭാവം ആ സമയമാകുമ്പോൾ തുടങ്ങും. എനിക്ക് അവനെ പോലെ ഉള്ള സൗന്ദര്യമില്ല, അല്ലെങ്കിൽ അവന്റെ വാക്ചാതുര്യമില്ല, അവന്റെ അത്രയും സൗഹൃദങ്ങളില്ല, അവനെ പോലെ പാടാൻ പറ്റുന്നില്ല, അവനെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു സ്വയം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. ഇതോടൊപ്പമാണ്, ഇതിന് സമാന്തരമായിട്ടാണ് ലഹരി വസ്തുക്കളുടെയും മദ്യത്തിന്റെയും ഉപയോഗം കൂടി വരുന്നത്. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നതും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ മനുഷ്യ സ്വഭാവത്തിലെ എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ്. പലപ്പോഴും ഉറക്കം കിട്ടുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ സന്തോഷം തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം ചെറുപ്പക്കാരെ കാണാറുണ്ട്. പക്ഷേ ഇത് എപ്പോഴാണ് ഒരു ചികിത്സ ആവശ്യമുള്ള ഘട്ടത്തിലേക്ക് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ എന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും തുടർച്ചയായിട്ട് 2 ആഴ്ച നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ടെന്ന് കരുതാം. ഒന്നാമത്തേത്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന സങ്കടഭാവമാണ്. ഒരു കാര്യത്തിലും സന്തോഷം കിട്ടുന്നില്ല. 2, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല. പത്രം വായിക്കാനോ TV കാണാനോ പാട്ട് കേൾക്കാനോ സുഹൃത്തുക്കളോട് സംസാരിക്കാനോ പുറത്തേക്ക് പോകാനോ സിനിമ കാണാനോ ഒന്നിനും താല്പര്യം തോന്നുന്നില്ല. 3, അകാരണമായ ക്ഷീണമാണ്. എപ്പോഴും അങ്ങ് അവശ നിലയിൽ കിടക്കുകയാണ്. ശരീരത്തിന് ഒരു ആവതില്ലാത്ത അവസ്ഥ. ഒട്ടും ശാരീരികമായ അധ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ശരീരത്തിന് ഒരു കെൽപ്പില്ലാത്ത അവസ്ഥ. 4, ഉറക്കക്കുറവാണ്. കിടന്നാൽ ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും സാധാരണ ഉണരുന്നതിനേക്കാൾ 2 മണിക്കൂർ നേരത്തെ ഉണർന്നു പോകുന്നു. വിശപ്പില്ലായ്മയാണ് 5ാമത്തെ ലക്ഷണം. വളരെ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ കണ്ടാൽ പോലും കഴിക്കാൻ പോകുന്നില്ല. ഏകാഗ്രത കുറയുന്നതാണ് 6ാമത്തെ ലക്ഷണം. ഒരു പ്രത്യേക ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ചിന്തകൾ വന്ന് ശ്രദ്ധ പതറിപ്പോകുന്നു. അടുത്ത ലക്ഷണം ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത കുറവാണ്. ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു. 8ാമത്തെ ലക്ഷണം നിരാശയും പ്രതീക്ഷയില്ലായ്മയുമാണ്. ജീവിതം ഇങ്ങനെ പോയാൽ രക്ഷപ്പെടില്ല എന്നുള്ളൊരു തോന്നൽ. ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, തനിക്ക് ആരുമില്ല, താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ.
സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും പാപമാണ്, അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ള പാപബോധങ്ങൾ. തീവ്രമായി വിഷാദം മാറിക്കഴിയുമ്പോൾ താനൊരു ഉപയോഗശൂന്യനാണ്, മറ്റുള്ളവർക്ക് താനൊരു ഭാരമാണ്, എൻ്റെ കുടുംബത്തിന് താനൊരു ബാധ്യതയാണ് എന്ന് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം വരാം. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പിന്നെ 9ാമത്തെ ലക്ഷണം മരിക്കണമെന്നുള്ള ആഗ്രഹവും ആത്മഹത്യാ പ്രവണതയുമാണ്. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ അത് ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗമാണെന്ന് പറയാം. വിഷാദ രോഗം ചികിത്സിച്ചാൽ ആ രോഗം പൂർണ്ണമായി ഭേദപ്പെടുത്താൻ കഴിയും. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദ രോഗം പലപ്പോഴും ആത്മഹത്യകൾക്ക് കാരണമാവുകയും ചെയ്യും. തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങൾ വിഷാദ രോഗം ബാധിച്ച വ്യക്തികളിൽ കാണാറുണ്ട്. തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ തുടങ്ങിയ കുറേ രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങൾ ഇവരിൽ കാണും. ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിൽ അസുഖം ഭേദപ്പെടുത്തിയെടുക്കാൻ കഴിയും. പല ആളുകളും ചോദിക്കാറുണ്ട്, വിഷാദത്തിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. ആദ്യമായി വിഷാദരോഗം വരുന്ന ഒരു വ്യക്തിക്ക് 9 മാസമാണ് ശരാശരി ചികിത്സ വേണ്ടി വരുന്ന സമയം. 9 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ മരുന്നുകളുടെ അളവ് കുറച്ച് നിർത്താനായിട്ട് സാധിക്കാറുണ്ട്. തുടർന്ന് വിഷാദരോഗം ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ജീവിതശൈലി ക്രമീകരണങ്ങളും ചില മനഃശാസ്ത്ര പരിശീലനങ്ങളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വിഷാദം ആവർത്തിക്കുന്നത് തടയാൻ പറ്റും. മരുന്നുകളോടൊപ്പം ചിന്താവൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ പോലെയുള്ള മനഃശാസ്ത്രപരമായ സമീപനങ്ങളും ജീവിതശൈലിയുടെ ക്രമീകരണങ്ങളും കൂടി ആകുമ്പോൾ വിഷാദരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കും. പലപ്പോഴും വിഷാദം ചികിത്സയെടുക്കാതെ പോകുമ്പോൾ അത്തരം വ്യക്തികൾ അത് മറികടക്കാൻ ലഹരി വസ്തുക്കളെ അഭയം പ്രാപിക്കുകയും പിന്നീട് അത് ലഹരി അടിമത്തമായി മാറുകയും ആന്തരിക അവയവങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് അത് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ചികിത്സയിലേക്ക് നീങ്ങി ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് അത് ഭേദപ്പെടുത്താൻ ശ്രമിക്കുക.